നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നവീകരണത്തിന്റെ മറവിൽ പോലീസ് ആസ്ഥാനത്ത് വൻ അഴിമതി. ഇ ബീറ്റ് പദ്ധതിയിൽ 1,87,00,000 രൂപയുടെ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഉടൻ നടപടി വേണമെന്ന് CPM. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ചെന്നിത്തല. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ അപേക്ഷാ കേന്ദ്രം തള്ളി. കേസ് കോടതിയിലുണ്ടെന്ന് വിശദീകരണം. കേന്ദ്ര തീരുമാനം വിദഗ്ധ സമിതി ശുപാർശ മറികടന്ന്. നിലപാട് മാറ്റം തമിഴ്നാടിന്റെ സമ്മർദ്ദം മൂലമെന്ന് സൂചന. ഭൂപരിഷ്കരണ നിയമ ഭേദഗതിയിൽ വ്യക്തത വരുത്തി ഹൈക്കോടതി. വിൽപത്രത്തിലൂടെയും കരാറിലൂടെയും മിച്ചഭൂമി ലഭിച്ചവർക്ക് ആനുകൂല്യമില്ല. ഇളവ് മിച്ചഭൂമിയാണെന്നറിയാതെ വാങ്ങിയവർക്ക് മാത്രം. മൂന്നാറിലെ റിസോർട്ട് മാഫിയയ്ക്ക് അനുകൂലമായി അടൂർ പ്രകാശ് നിർദ്ദേശം നൽകിയതിന്റെ രേഖകൾ പുറത്ത്. സസ്പെൻഷൻ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ലളിത് മോദി വിവാദത്തിൽ നിരപരാധിയെന്ന് സുഷമ സ്വരാജിന്റെ പ്രസ്താവന. संदेश मैंने जो भेजा वो शुद्ध मानवीय आधार पर भेजा, ह्यूमैनिटेरियन ग्राउंड पर भेजा. കശ്മീരിൽ പിടിയിലായ ഉസ്മാൻ പാകിസ്ഥാൻ സ്വദേശി അല്ലെന്ന് പാക് സർക്കാർ. ചോദ്യം ചെയ്യൽ തുടരുന്നു. ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ 60 റൺസിന് പുറത്താക്കി ഇംഗ്ലീഷ് തേരോട്ടം. സ്റ്റുവർട്ട് ബ്രോഡിന് 8 വിക്കറ്റ്. 2 അക്കം കടന്നത് 2 പേർ. സംസ്ഥാനത്തെ പോലീസ് സേനാ നവീകരണത്തിന്റെ മറവിൽ വൻ അഴിമതി. ഇലക്ട്രോണിക് ബീറ്റ് പദ്ധതി നടപ്പാക്കിയതിൽ 1,87,00,000 രൂപയുടെ അഴിമതി നടന്നുവെന്ന് കണ്ടെത്തൽ. പദ്ധതിക്കായി സ്ഥാപിച്ച ഉപകരണങ്ങൾ ഉപയോഗയോഗ്യമല്ലെന്നാണ് കണ്ടെത്തൽ. പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുള്ള പദ്ധതിയിലാണ് അഴിമതി നടന്നത്. റിപ്പോർട്ടർ അന്വേഷണ പരമ്പര. തീക്കട്ടയിൽ ഉറുമ്പരിക്കുമ്പോൾ. ബീറ്റ് കേന്ദ്രങ്ങളിൽ പോലീസുകാർ എത്തുന്നു എന്ന് ഉറപ്പാക്കാനുള്ള പുസ്തകങ്ങൾ ഒഴിവാക്കി ഇലക്ട്രോണിക് ബീറ്റ് സമ്പ്രദായം ഏർപ്പെടുത്താനുള്ള പദ്ധതിയാണ് നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ 7 പോലീസ് ജില്ലകളിലായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇലക്ട്രോണിക് ബീറ്റ് സമ്പ്രദായം ഏർപ്പെടുത്താനുള്ള പദ്ധതിക്ക് 1.87 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. പദ്ധതി നടപ്പാക്കാൻ ബാംഗ്ലൂർ ആസ്ഥാനമായ വൈഫിനിറ്റി ടെക്നോളജി എന്ന സ്ഥാപനത്തിനായിരുന്നു കരാർ. 650 RFID റീഡേഴ്സും 7450 ടാഗുകളും സ്ഥാപിക്കുന്നതിനൊപ്പം പദ്ധതിക്കുള്ള സോഫ്റ്റ്വെയർ കൂടി നൽകണമെന്നായിരുന്നു കരാർ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മതിയായ പരിശീലനം നൽകണമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. എന്നാൽ കരാർ ഒപ്പുവെച്ച് 2 വർഷമായിട്ടും പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടില്ല. പദ്ധതി പൂർത്തീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അന്വേഷണത്തിന് ശേഷം നവീകരണത്തിന്റെ ചുമതലയുള്ള ADGP പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വെളിവായത് വൻ അഴിമതി കഥ. റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇങ്ങനെ: ബാംഗ്ലൂരിലെ വൈഫിനിറ്റി ടെക്നോളജീസ് വഴി നടപ്പാക്കിയ ഇ ബീറ്റ് പദ്ധതി പൂർണ്ണ പരാജയം. ഒരിടത്ത് പോലും പ്രവർത്തനക്ഷമമല്ല. പദ്ധതിക്ക് ചെലവഴിച്ച 1,87,81,607 രൂപ പാഴായി. 2 വർഷത്തെ പലിശ കൂടി കണക്കിലെടുത്താൽ 2.25 കോടിയിലധികം രൂപയുടെ നഷ്ടം. നൽകാനുള്ള സോഫ്റ്റ്വെയർ പോലും വൈഫിനിറ്റി ടെക്നോളജീസ് കൈമാറിയില്ല. മാത്രവുമല്ല, കമ്പനി ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. അതായത് ഇനി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനും കഴിയില്ല. അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായക കണ്ടെത്തലും അന്വേഷണ സംഘം കണ്ടെത്തി. ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാണോ എന്ന് പോലും നോക്കാതെ പോലീസ് ആസ്ഥാനത്ത് എത്തിയപ്പോൾ തന്നെ കരാറുകാർക്കുള്ള പണം കൈമാറിയിരിക്കുന്നു. പോലീസ് നവീകരണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നർത്ഥം. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച പദ്ധതിയായതിനാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസിയുടെ അന്വേഷണമാകും ഇക്കാര്യത്തിൽ ഗുണകരമാവുക. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട ഇടപാടായതിനാൽ സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാകും. രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ KPCC വക്താവ് അജയ് തറയിൽ, ജോസഫ് സി മാത്യു, മുൻ VS അച്യുതാനന്ദൻ്റെ IT ഉപദേഷ്ടാവ്, ആനത്തലവട്ടം ആനന്ദൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, VV രാജേഷ് BJP വക്താവ്, PC ജോർജ് എന്നിവരെയാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ജോസഫ് സി മാത്യു. KS ബാലസുബ്രഹ്മണ്യവും മനോജ് എബ്രഹാമും DGPയും IG-യുമായിരിക്കുന്ന ഘട്ടത്തിലാണ് പോലീസ് മോഡേണൈസേഷൻ്റെ ഭാഗമായി കേന്ദ്ര ഫണ്ടായി ലഭിച്ച 100 കോടി രൂപയിൽ നിന്നും 1,50,00,000 ചെലവഴിച്ചും പിന്നീട് 37 ലക്ഷം രൂപ മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും എടുത്ത് വിഫിനിറ്റി ടെക്നോളജീസിൽ നിന്ന് ഇ ബീറ്റ് സമ്പ്രദായത്തിനു വേണ്ടി പണം ചെലവഴിച്ചത്. സപ്ലൈ ഭാഗികമായി പോലും പൂർത്തിയാകുന്നതിന് മുമ്പ്, ഗവൺമെൻറ്റിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ കിട്ടുന്നതിന് മുൻപ് മുഴുവൻ തുകയും നൽകി കുറച്ച് എക്യുപ്മെൻ്റ് അവിടെ കൊണ്ടുവെക്കുന്നു. ഇത്ര പൊട്ടന്മാരാണോ സംസ്ഥാനത്തെ പോലീസ്? നികേഷ്, അല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് സംസ്ഥാനത്ത്
IT-യുടെ പേര് പറഞ്ഞ് മോഡേണൈസേഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുക. മോഡേണൈസേഷൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് അതുമൂലം ജനങ്ങൾക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയുക. അത് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു മറയാക്കിക്കൊണ്ട് കച്ചവടം നടത്തുക. ഇത് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്യൽ പോലും അല്ല ഉദ്ദേശം. പലപ്പോഴും ഈ നേരത്തെ നികേഷ് പറഞ്ഞ പോലെ പ്രൊക്യൂർമെൻ്റാണ്. സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അതിൻ്റെ മറവിൽ കച്ചവടം നടത്തുക. ഇതാണ് പൊതുവായി സ്വീകരിക്കുന്ന നയം. ഇപ്പോൾ തന്നെ ഒരു കമ്പനിക്ക് പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് പോലീസ് നൽകുമ്പോൾ, ഈ കമ്പനി എന്ന് ആരംഭിച്ചുവെന്നും ആ കമ്പനി ആ പ്രോജക്റ്റ് നൽകുന്ന ഘട്ടത്തിലെങ്കിലും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കേണ്ടതല്ലേ? 2010 ആരംഭിച്ച് 2013 അവസാനിക്കുന്ന ഒരു കമ്പനി ആ ശമ്പളം പോലും മര്യാദയ്ക്ക് നൽകാതെ 30%, 40% അവരുടെ എംപ്ലോയീസിൻ്റെ ശമ്പളം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ RFID ചിപ്പ് എന്ന് പറയുന്ന ഈ കാർഡുകൾ ആര് പോയി കടയിൽ സാധനം കൊടുത്താലും കിട്ടുന്ന തരത്തിൽ അവൈലബിളാണ്. അതിനൊരു സോഫ്റ്റ്വെയർ കമ്പനിയൊന്നും വേണ്ട. അങ്ങനെ കൊണ്ട് കുറേ സാധന സാമഗ്രികൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിച്ച് കഴിയുമ്പോൾ നൽകേണ്ട മുഴുവൻ തുകയും കൊടുക്കുന്നുവെന്ന് മാത്രമല്ല, നിങ്ങൾ വിട്ടുപോയ ഒരു കാര്യം, EMD ആയിട്ട് വാങ്ങിയ 3 ലക്ഷം രൂപയും കൂടി അങ്ങോട്ട് കൊടുക്കുകയാണ്. EMD ആയി വാങ്ങിയ 3 ലക്ഷം രൂപ ഈ കമ്പനിക്ക് കിട്ടിയിട്ടില്ല, അത് മറ്റാരോ എഴുതിയെടുത്തിരിക്കുകയാണ്. ഏമാന്മാർ 1,87,00,000 രൂപ തട്ടുമ്പോൾ ആ ഓഫീസിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നവർ 3 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ വിഫിനിറ്റി ടെക്നോളജീസ് നിരവധി തവണ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കത്തയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇമെയിൽ അയക്കുന്നുണ്ട്. ഈ 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് അവിടെ എത്തിയിട്ടില്ല, അത് മറ്റെവിടെയോ ആണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ വിചിത്രമാണ്. ഒരു ക്രോസ്ഡ് ചെക്ക് പോലും അല്ലാതെയാണ് ഈ EMD മടക്കി നൽകിയതെന്നും കൂടിയാണല്ലോ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സെക്യൂരിറ്റി പണം തിരികെ നൽകുമ്പോൾ അത് ക്യാഷായിട്ട് ആരുടെയോ കൈവശം കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമല്ലേ? ദയവായി തുടരുക, ഞാൻ വരാം താങ്കളിലേക്ക്. വളരെ വിപുലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ശ്രീ ജോസഫ് സി മാത്യു. താങ്കൾ പറഞ്ഞതുപോലെ ഇത് ശ്രീ അജയ് തറയിൽ 2012-2013 കാലഘട്ടത്തിൽ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കവേ 13ാം ഫിനാൻസ് കമ്മീഷൻ്റെ 100 കോടി രൂപ പോലീസ് മോഡേണൈസേഷനിൽ നിന്ന് കിട്ടിയ 100 കോടി രൂപയിൽ നിന്ന് 1.5 കോടി രൂപയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് രമേശ് ചെന്നിത്തല റിപ്പോർട്ടർ ടെലിവിഷൻ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഈ കാര്യം തെളിയുമോ? നമ്മൾ തൊട്ട് മുമ്പത്തെ ഒരു ഉദാഹരണം എടുക്കുക. നാഷണൽ ഗെയിംസ് അഴിമതിയുണ്ട്, ക്രമക്കേടുണ്ട് എന്ന ആക്ഷേപം മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ CBI ഇവിടെ എത്തി. കാരണം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് നാഷണൽ ഗെയിംസ് നടക്കുന്നത് എന്നതിനാൽ തന്നെയും അവരതിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും അക്കാര്യത്തിൽ അവരുടേതായ രീതിയിൽ തങ്ങളുടെ ഫണ്ട് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. ഇവിടെയും ഏതാണ്ട് 3/4 പങ്കും നാഷണൽ ഫണ്ടാണ് എന്നതിനാൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ഉമ്മാക്കി ശരിയാവുമോ? നികേഷ്, ഇത് കേന്ദ്ര ഫണ്ട് ആണെങ്കിലും ഇത് എല്ലാം വിസിബിളായ കാര്യങ്ങളാണ്. ഇവിടെ യാതൊരു നിഗൂഢതയും ഇല്ല ഈ നടന്ന കാര്യത്തിൽ. ആ നടന്ന കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ, നേരത്തെ ഇവിടെ EMD പോലും തിരിച്ചെടുത്തു എന്ന്. EMD തിരിച്ചെടുത്തതിന് തെളിവുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും തെളിവുകളുണ്ട്. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ വളരെ വ്യക്തമായി എവിടെയാണ് ഈ സാധനത്തിന് കളവ് നടന്നിട്ടുള്ളത്, ഇതിന്റെ പൈസ അടിച്ച് മാറ്റിയത് ആരാണ്, എന്തൊക്കെ ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് ക്രൈംബ്രാഞ്ച് നല്ല ഉദ്യോഗസ്ഥന്മാരാണുള്ളത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഇതിന്റെ തുമ്പും എത്തും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാം. ക്രൈംബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ അജയ് തറയിൽ. പോലീസ് തന്നെ പോലീസിനെ കുറിച്ച് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ താങ്കളുടെ സഹപ്രവർത്തകനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഔദാര്യം, കൃപ, കാരുണ്യം എന്നിവയൊക്കെ അനുവദിക്കപ്പെടും. ഇവിടെ IG പത്മകുമാറിനെതിരെ സരിത നൽകിയൊരു ആക്ഷേപത്തിൽ ആദ്യം ഒരു അന്വേഷണം DGP ലെവലിൽ നടന്നുവെങ്കിൽ പോലും പിന്നീട് ആ DGP റിട്ടയർ ചെയ്തു പോയതിന് ശേഷം ക്രൈംബ്രാഞ്ചിനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു FIR പോലും ഇടാൻ
ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം, പോലീസിനെതിരെ പോലീസ് അന്വേഷണം എന്നുള്ളത് പ്രായോഗികമാകുമോ എന്നുള്ള സ്വാഭാവിക ചോദ്യം. മാത്രമല്ല, ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇതിലൊന്നും തെളിയിക്കാനില്ല. പ്രഥമ ദൃഷ്ട്യാ തന്നെ എല്ലാം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. മനോജ് എബ്രഹാം എന്ന IG-യും ബാലസുബ്രഹ്മണ്യൻ എന്ന DGP-യും ആണ് ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് ഭാഗികമായി എത്തിയപ്പോൾ തന്നെ മുഴുവൻ തുകയും കൊടുക്കുന്നതിന് വേണ്ടി ഫയൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് നടന്നിട്ടുള്ളത്. അവിടെ കേന്ദ്ര ഫണ്ടാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ ഒരു പോലീസ് അന്വേഷണം എന്നുള്ളത് അത് മതി, അത് അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്നാണ് താങ്കളുടെ ആത്മവിശ്വാസവും ഉറപ്പും. പക്ഷേ അതാണോ അതിൻ്റെ രീതി? അത് തെറ്റില്ല ദികേഷ്. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ പോലീസ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, കൊലപാതകം, ഉരുട്ടിക്കൊല അല്ലെങ്കിൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ, ഇതെല്ലാം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ക്രൈംബ്രാഞ്ചാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പോലീസിന്റെ എല്ലാ നടപടികളെയും ഏതുരട്ടിക്കൊലയാണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് എന്നും കൂടി വ്യക്തമാക്കേണ്ടി വരും. ദയവായി തുടരുക. PC ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. PC ജോർജ്, എല്ലാ കേസുകളും എല്ലാ ഉരുട്ടിക്കൊലയും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നു എന്നാണ് അജയ് തറയിൽ വാദിക്കുന്നത്. എനിക്കറിയില്ല അത് ഏതാണ് എന്ന്. ഈ അടുത്ത കാലത്ത് ഒന്നും ഒരു ഉരുട്ടിക്കൊലയുടെയും ഞാൻ നികേഷിന് വിട്ടു കേക്ക് CBI എന്ന് പറയുന്നത് അമാനുഷികളൊന്നും അല്ല നികേഷ്. ഇത് കേന്ദ്ര ഫണ്ടാണ്. CBI വേണ്ട. ഏതാണോ കേന്ദ്ര ഏജൻസി, ആ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മതി. ശ്രീ അജയ് തറയിൽ, എന്തിനാണ് അതിന്റെ ആവശ്യം? ഇപ്പോൾ തന്നെ തെളിയുമല്ലോ. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് തന്നെ ഈ കേസ് തെളിയിക്കും. അതിനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് ഉണ്ടായാൽ മതി, ആ വകുപ്പിനുണ്ടായാൽ മതി. ഈ കേസ് തെളിയും. ഇത് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാശ് അടിച്ച് ശ്രീ PC ജോർജ്, ഇത് തുടർച്ചയായി നടക്കുന്നതാണോ? 2012-2013 കാലഘട്ടത്തിൽ 100 കോടിയാണ് കേന്ദ്ര ഫണ്ടായി 13ാം ഫിനാൻസ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ ജോസഫ് C. മാത്യു പറയുകയായിരുന്നു ഇതൊരു തുടർച്ചയാണ്. ഇത് പോലീസ് മോഡേണൈസേഷൻ, പോലീസ് നവീകരണവുമായി ബന്ധമൊന്നുമില്ല, കുറേ പർച്ചേസാണ്. ഇത് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് നടക്കുന്നത്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ. അവിടെ ഇങ്ങനെ പല ഘട്ടങ്ങളിലും പല സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട്, ആരും നോക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. നികേഷും കമന്റും മറ്റേ കോൺഗ്രസ് നേതാവിന്റെ കമന്റും ഒക്കെ ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ സ്വല്പ സമയം തരേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട് ഈ ബാലസുബ്രഹ്മണ്യൻ കൊട്ടേഷൻ കൊടുത്ത നമ്മുടെ ബാംഗ്ലൂർ കമ്പനിയുടെ സാധനം, കേരള സ്റ്റേറ്റ് പോലീസ് പ്രോപ്പർട്ടി ഓഫ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ബീറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം. ഇതിന് 1,67,00,000 രൂപയാണ് കോൺട്രാക്ട് വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, അതിന് ബാക്കി പറയാം. ഈ 1,67,00,000 രൂപയിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആദ്യത്തെ സിസ്റ്റത്തിന്റെ ആദ്യത്തെ ഭാഗം മാത്രം ബീറ്റ് മോണിറ്ററിംഗ് സിസ്റ്റമാണ്. ഇതുകൊണ്ട് എൻ്റെ വീടിന് പിന്നെ പതിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ബാക്കി സാധനങ്ങൾ എത്തിയിട്ടില്ല. ഇത് എന്തിനാണുള്ളതെന്ന് ചോദിച്ചാൽ DGP-യോ IG-യോ ആർക്കും കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിൽ ബീറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് ഈ സിസ്റ്റത്തിൽ നോക്കി അറിയാം. പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ സിസ്റ്റത്തിന്റെ ഇത് കൊണ്ട് വെച്ചതല്ലാതെ ഇതിന്റെ ബാക്കി എക്യുപ്മെന്റ്സ് ഒന്നും കേരളത്തിൽ എത്തിക്കുകയോ ഒന്നും ചെയ്തില്ല. ആ കമ്പനി ഇവിടെ ഇല്ലതാനും. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന 1,67,00,000 രൂപയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടപ്പെട്ടു. ഇതിൽ ആർക്കാണ് പങ്കാളിത്തം? പറയുന്നത് ഒന്ന് സമ്മതിക്കുക. ഇത് മാത്രമല്ലല്ലോ പങ്കാളിത്തം അന്വേഷിക്കേണ്ടത്. ഇവിടെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൊണ്ടൊന്നും നടക്കില്ല. ഇത് 1ാം പ്രതി ബാലസുബ്രഹ്മണ്യം എന്ന DGP ആണ്, പെൻഷൻ പറ്റിയ DGP. ഇത് ഞാനിപ്പോ പറയുന്നല്ല. നമ്മളിപ്പം ആളുകളുടെ പേര് പറയുന്നത് അതിൻ്റെ അന്വേഷണത്തെ വെറുതെ ബാധിക്കേണ്ട. നമുക്ക് നമ്മുടെ മുന്നിലുള്ള 2 പേരുകൾ, ഒന്ന് DGP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ, IG മനോജ് എബ്രഹാമിൻ്റെയാണ്. അവരുടെയൊക്കെ തന്നെയും പങ്കാളിത്തം സംബന്ധിച്ച രേഖകൾ ശ്രീ PC ജോർജ് താങ്കളുടെ കയ്യിലുണ്ടാവും, എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങളും പുറത്തു വരികയാണ്. ഇപ്പോൾ ഈ പറയുന്ന ഉപകരണങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നല്ലാതെ യാതൊരു ഉപകാരവും ഈ എക്യുപ്മെന്റ് കൊണ്ട് ഉണ്ടായിട്ടില്ല. നിൽക്കൂ,
അതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല. പക്ഷേ കംപ്ലീഷൻ റിപ്പോർട്ടുകളുണ്ട്. പല SHOമാരുടെയിൽ നിന്നും കൗണ്ടർ സൈൻ ചെയ്ത് ഈ കംപ്ലീഷൻ റിപ്പോർട്ടുകൾ വാങ്ങിയിട്ടുണ്ട് പോലീസ് തന്നെ. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ആരാണ് ഈ SHOമാരെ കൊണ്ട് ഇത് പ്രവർത്തനക്ഷമമാണ് എന്ന് എഴുതി മേടിച്ചത്? വിഫിനിറ്റി ടെക്നോളജീസിന് അത് സാധിക്കില്ലല്ലോ. ഒരു പോലീസ് SHOയോട് പോയിട്ട് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ റിപ്പോർട്ട് തരണം, പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളുടെ കംപ്ലീഷൻ റിപ്പോർട്ട് തരണമെന്ന് ചോദിച്ചാൽ എഴുതി വാങ്ങിക്കാനാകില്ലല്ലോ. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഈ SHOമാരെ കൊണ്ട് നിങ്ങളിത് എഴുതി തരണം എന്നാവശ്യപ്പെടുകയും അവരുടെ കയ്യൊപ്പോടുകൂടി അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയും ഈ പണം കൊടുത്തു ഓരോ എക്യുപ്മെൻറ്റും ഇവിടെ പ്രൊക്യൂർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ യന്ത്രങ്ങൾ ഉപയോഗക്ഷമമാണ്, പ്രവർത്തനക്ഷമമാണ് എന്ന് കാണിക്കാനും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു എന്നുള്ള രേഖകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ശ്രീ PC ജോർജ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അതായത് കുറേ എക്യുപ്മെൻറ്റ് വരുന്നു, അതവിടെ മൂലക്കിടുന്നു, അത് പ്രവർത്തനക്ഷമമാണ് എന്നുള്ളൊരു രേഖ ഉണ്ടാക്കുന്നു. ഇങ്ങനെ എത്ര എക്യുപ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ വന്നു പോയിട്ടുണ്ടാകും പോലീസ് നവീകരണത്തിന്റെ ഭാഗമായി? പറയാം ഇത് അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ബന്ധപ്പെട്ടുകൊണ്ട് ആരുടെയും പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പറയുന്നില്ല, പിന്നീട് അന്വേഷണം വരുമ്പോൾ പറയും. വലിയൊരു റാക്കറ്റ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റിനകത്ത്. ആ റാക്കറ്റ് എല്ലാ സീനിയർ ഓഫീസേഴ്സാണ്. ആ റാക്കറ്റിന്റെ ബന്ധം ഈ താഴെ പോലീസ് സ്റ്റേഷൻ വരെ വന്നിക്കുക ഭയപ്പെടുത്തി ഇവരെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ച ഇത് 1,67,00,000 ബാംഗ്ലൂർ കമ്പനി തട്ടിച്ചോണ്ട് പോയി എന്നുള്ളതിന് CBI എൻക്വയറി ചെയ്താൽ 24 മണിക്കൂർ കൊണ്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു സംശയമല്ല, കട്ടതാ. CBI അന്വേഷണം വേണമെന്നാണ് താങ്കളുടെ നിലപാട്? സംശയം ദയവായി തുടരുക. ശ്രീ VV രാജേഷ്, നേരത്തെ ശ്രീ അജയ് തറയിൽ പറയുന്നത് കേട്ടില്ലേ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണല്ലോ, ഇതിലെന്നും ദുരൂഹതയൊന്നുമില്ല, നടന്നത് മുഴുവൻ അഴിമതിയും അട്ടിമറിയും മാത്രമാണ്, അത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചുകൊള്ളാം. നികേഷ്, ശ്രീ അജയ് തറയലിന്റെ വാദങ്ങൾ വളരെ കൗതുകത്തോടെയാണ് ഞാൻ കേട്ടത്. അതായത് ഈ പറയുന്ന സംഭവം നടന്നപ്പോഴേക്കും ചാർജ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ DGP ശ്രീ ബാലസുബ്രഹ്മണ്യം, അതോടൊപ്പം തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പർച്ചേസ് IG ശ്രീ മനോജ് എബ്രഹാമിനും മുൻ DGPക്കും എതിരെ ക്രൈംബ്രാഞ്ചിലെ ഒരു CIO, ഒരു DYSPO ഒരു കേസ് അന്വേഷിച്ചാൽ ശ്രീ ബാലസുബ്രഹ്മണ്യം റിട്ടയറായി, മനോജ് എബ്രഹാം സർവാധിശക്തനായിട്ട് ഇപ്പോഴും അവിടെ ഇരിക്കുക. എന്ത് റിസൾട്ടാ ഉണ്ടാകാൻ പോകുന്നത് നമുക്കൊക്കെ തന്നെ ഈ നിമിഷം തന്നെ ഊഹിക്കാമല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ ബഹുമാനപ്പെട്ട ശ്രീ അജയ് തറയിൽ ആൾക്കാരെ വിഡ്ഢിയാക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ എല്ലാം പുറത്തു വരുമല്ലോ എന്ന് പറയുന്നത്? ആ വാദഗതി തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഡയറക്ടർ ജനറൽ ഓഫ് DGPക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ അവരുടെ കയ്യൊപ്പോടുകൂടി DGPയുടെ മുമ്പാകെ എത്തിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് 13ാം ഫിനാൻസ് കമ്മീഷൻ്റെ ഫണ്ടാണിത്, കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യം കേരള സർക്കാർ അറിയിക്കണം, സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണത്തിന് വിധേയമാകണം എന്നാണ്. നാഷണൽ ഗെയിംസിൻ്റെ കാര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, സമാനമായ വിധത്തിലാണ്. അതായത് ADGP നൽകിയ റിപ്പോർട്ടിൽ പോലും പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട വിഷയമാണ്, സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് എന്ന്. പിന്നെ എന്തിനാണ് രമേശ് ചെന്നിത്തല ഇതിലൊരു തിടുക്കം കാട്ടി പെട്ടെന്നത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത്? രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കുണ്ടോ? നികേഷേ, ഇത് ഈ കേസിനകത്ത് മനോജ് എബ്രഹാമിനെ കുരിച്ചു നിർത്തി ഇടിക്കേണ്ട ആവശ്യമില്ല, DGP സുബ്രഹ്മണ്യത്തെ ഇടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഫയലുകളുടെ പോക്ക് മാത്രം മോണിറ്റർ ചെയ്താൽ ഇത് ശ്രീ VC ജോർജ് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ മെഷീനറി കണക്ഷനില്ലാത്ത മെഷീനറിയാണ്. അത് നമുക്ക് പച്ചവെള്ളം പോലെ വ്യക്തമല്ലേ, അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ CBI വേണമെങ്കിൽ CBI അന്വേഷിച്ചോട്ടെ. രാജേഷ് ഇവിടെ പേഴ്സണൽ മന്ത്രാലയത്തോട് പറഞ്ഞ് കേന്ദ്രത്തിൽ CBI അന്വേഷിച്ച കേന്ദ്ര ഫണ്ട് രാജേഷ് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മാതൃക നാഷണൽ ഗെയിംസ് ആണ്. നാഷണൽ ഗെയിംസിൽ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന്. നേരെ CBI ഇങ്ങോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. റിപ്പോർട്ടർ ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നമുക്കൊരു 48 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് കാത്തിരിക്കാം. ഒരു കാര്യം പറയാം, കേൾക്കാവോ? കേൾക്കാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ വളരെ ചർച്ചയായിട്ട് ഈ മനുഷ്യനെ, അതാണ് രസം, ഈ ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന റിട്ടയർഡ് DGPയെ
പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാനാക്കാൻ പോവാണ്. എങ്ങനെ ഇരിക്കും പോലീസ് കംപ്ലൈന്റ്? ആ മനുഷ്യൻ 5 കൊല്ലത്തേക്ക് ആ പോസ്റ്റ് വന്നാൽ പിന്നെ ഏതെങ്കിലും വ്യക്തിക്ക് അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും അറിയാതെ ചുമ്മാ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ബാലസുബ്രഹ്മണ്യം ഇപ്പൊ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചീഫായിട്ട് വന്നാൽ എന്താണ് ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? മുഴുവൻ പോലീസുകാരും കള്ളന്മാരും കൊള്ളക്കാരും ആവുന്നല്ലേ അർത്ഥം? പിടിച്ചുപറിക്കാവുന്നല്ലേ അർത്ഥം? ഒരു കുപ്പി ബ്ലൂ ലേബൽ ഉണ്ടെങ്കിൽ എന്ത് ഈ രാജ്യത്ത് നടക്കുമോ? ആ രീതിയിലേക്ക് കേരളത്തിലെ പോലീസിനെ അധപ്പതിപ്പിക്കുന്നത് ശരിയാണോ? ഞാനതിന് ബാക്കി വിശദാംശത്തേക്ക് കടക്കുന്നില്ല. ദയവായി തുടരുക. ഞാൻ ഒരിക്കൽ കൂടി താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഡോക്യുമെൻസിൽ മറ്റ് ചില ഫേംസിൻ്റെ പേരുകൾ കൂടി കാണുന്നു. മറ്റ് ചില ഘട്ടങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റിന് സപ്ലൈ നൽകിയ ഫേമാണ് ഇതിൽ പലതും. അതിലൊരു മോമി അടക്കമുള്ളതുണ്ട്. അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സാധന സാമഗ്രികൾ എത്തിച്ച് നൽകുന്ന വ്യത്യസ്ത കമ്പനികളുണ്ട്. ആ കമ്പനികളുമായുള്ള ഡീലുകൾ എന്താണ്? ഇതിൽ IG-യുടെയോ അല്ലെങ്കിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കമ്പനികളുമായി എന്ത് ബന്ധം എന്നത് സംബന്ധിച്ചോ ഒരു വിശദമായ അന്വേഷണം അനിവാര്യമല്ലേ ഈ ഘട്ടത്തിൽ? ഇതൊരു ഉദാഹരണം എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോഴാണ് ഈ ഡോക്യുമെൻ്റുകളൊക്കെ പുറത്തു വരുന്നത്. ഇനി പടപടപടപടേന്ന് പറഞ്ഞ് കുറേ വരാനുണ്ട്. അതാണ് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ചാനലിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വിശദമായ അന്വേഷണം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ കേന്ദ്രീകരിച്ച് ആവശ്യമുണ്ടോ? നികേഷ്, നിങ്ങളിത് കാണിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെയും ചില കത്തുകൾ പുറത്തുവിടുകയുണ്ടായി. അത് മുഖ്യമന്ത്രി ചില കത്ത് തമസ്കരിച്ചതിൻ്റെ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്ന മോഹൻദാസിൻ്റേത്. ഏത് തുറയിലാണ് ഈ ഗവൺമെൻറ് ഈ കൊള്ളരുതായ്മ കാണിക്കാത്തൊരു മേഖല ഉള്ളത്? ആളുകൾ ഞെട്ടിപ്പോയല്ലേ ചെയ്യുന്നത്. ഭൂമിയുടെ ഇടപാട് മെനങ്ങാന്ന് ഇവിടെ വലിയ വിവാദമായി ചർച്ച ചെയ്തതാണ്. 2005 വരെയുള്ളതിൻ്റെ പട്ടയം കൊടുക്കാന്ന് വെച്ചാൽ അതെല്ലാം ആ ഇടുക്കിയിലും മറ്റുമുള്ള റിസോർട്ട് ഉടമകൾക്ക് അവർ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമിയെല്ലാം അഴിമതിയുടെ ചളിക്കുണ്ടിൽ മുങ്ങിക്കിടക്കുകയല്ലേ. എല്ലാ ദിവസവും ഈ ചാനലുകൾക്കും ഇത് ചർച്ച ചെയ്യാനുള്ള സമയമുള്ളത് ഇത് തന്നെ. ഇത് യഥാർത്ഥത്തിൽ കടലാസ് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്, ഒരുപാട് പറ്റിക്കാനുള്ള സ്ഥാപനങ്ങൾ. അവർ കൊട്ടേഷൻ സ്വീകരിക്കും. സാധാരണഗതിയിൽ ആ കൊട്ടേഷൻ പരിശോധിക്കുന്ന, കൊട്ടേഷൻ നൽകുന്ന സ്ഥാപനം ഇവർ ക്വാളിഫൈഡ് ആണോ, ഇവർ അത് ഏതെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ടുണ്ടോ, ആർക്കെങ്കിലും കൊടുത്തുള്ള പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതെല്ലാം പരിശോധിച്ചിട്ട് ആ കമ്പനിയുടെ ഗുഡ്വില്ല് നോക്കിയിട്ടല്ലാതെ ടെൻഡർ കൊടുക്കില്ല, ടെൻഡർ ഉറപ്പിക്കില്ല. ഇത് ഏത് കടലാസ് സംഘം കൊണ്ടുവന്നാലും പങ്കാളിത്തമാണ്. ടെൻഡർ കൊടുക്കുന്നവരും ടെൻഡർ എടുക്കുന്നവരും തമ്മിലൊരു പങ്കാളിത്തമാണ്. അവന് ഏതെങ്കിലും ചപ്പ് ചവറ് സാധനം കൊണ്ടുവയ്ക്കും, അത് ഫങ്ഷൻ ചെയ്യില്ല. പൊതുജനങ്ങളുടെ പണം, രാജ്യത്തിൻ്റെ പണം വേസ്റ്റ് ആവും. ആ വേസ്റ്റ് ആകുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഇതിലും കണ്ടിരിക്കുന്നത്. ഇത് പോലീസ് തന്നെ ആരാ ചെയ്തിരിക്കുന്നതെല്ലാം പോലീസിൻ്റെ മേധാവികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമാണ്. ആരാ ഇനി അവരെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ഇവിടെ നേരത്തെ മന്ത്രിമാരെ കുറിച്ച് ആക്ഷേപം വരുമ്പോൾ DYSP കൊണ്ട് അന്വേഷിക്കാനിരുന്ന പോലെയല്ലേ ഇപ്പോൾ ഇതും ചെയ്തിരിക്കുന്നത്? അതുകൊണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. അതിനെ പോലീസ് മേധാവികളെക്കുറിച്ച് അന്വേഷിക്കാൻ അതേ അവരുടെ കീഴിലുള്ള DYSP-മാരോ SP-മാരോ ഉപയോഗിച്ച് അന്വേഷിക്കുന്നത് മന്ത്രിമാരെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ അവരെ ഏൽപ്പിച്ചതിന് സമാനമായ സ്ഥിതിയായിരിക്കും ഇതിലും സംഭവിക്കാമെന്നാണ് ഞാൻ കാണുന്നത്. ഈ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റുകൾ ഒന്ന് പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ തന്നെ താഴേക്കിടയിൽ ഫയൽ കൈകാര്യം ചെയ്യുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, അതായത് EMD-യുടെ 3 ലക്ഷം രൂപ തട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. 2, ഈ ഫണ്ട് എക്യുപ്മെൻ്റ് ഇവിടെ വന്നു, ഭാഗികമായി വന്നു എന്ന് അറിയുന്നപ്പോൾ തന്നെ അന്നേ ദിവസം തന്നെ 1,87,00,000 രൂപ അയച്ച മേലാളന്മാർക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന കാര്യത്തിലും തർക്കമില്ല. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിൽ പങ്കാളിത്തമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം, അതും പോലീസിൻ്റെ മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഒരു വിപുലമായ അന്വേഷണം നടത്തുന്നതിൽ അമാന്തിക്കുന്നത്? നികേഷ്, ഇത് ഒരു അമാന്തവും ഇതിനകത്തില്ല. ആഭ്യന്തരമന്ത്രി ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞു, ഇതിനകത്ത് ഏത് അന്വേഷണത്തിനും നമ്മൾ തയ്യാറാണ്. പക്ഷെ കേരള ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്. അതിനപ്പുറത്തേക്ക് CBI-യെ കുറിച്ച് അന്വേഷിക്കണം, CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞ് CBI-ക്ക് എഴുതാനേ പറ്റുള്ളൂ. ഇമ്മീഡിയറ്റ് ആയി ചെയ്യാൻ കഴിയുന്നത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്. കേട്ടില്ല. CBI സ്വമേധ്യാ വന്നോട്ടെ എന്നുള്ളതാണ്, ഞങ്ങൾക്ക് ഭയമില്ല, അതാണോ നിങ്ങൾ പറയുന്നത്?
അതല്ല രണ്ടാമത്തെ സ്റ്റേജ്. ഈ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചില ആളുകൾ പറഞ്ഞു DGP റാങ്കിലുള്ള ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു DYSP മതിയോ എന്ന്. CBIയിൽ അന്വേഷിക്കാൻ പോകുന്ന അതിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. കാരണം പോലീസിൽ നിന്ന് CBIയിലേക്ക് ഒരാൾ പോയാൽ, ഡെപ്യൂട്ടേഷൻ പോയാൽ ഒരു റാങ്ക് കൂടുതലാണ് കിട്ടുക. അത് BSFൽ നിന്ന് ആളുകൾ വരും, രാജേഷ്, അവിടെയും അന്വേഷിക്കുന്നത് ജോസഫ് സി മാത്യു, ഈ പോലീസും അതുപോലെ വിഫിനിറ്റി ടെക്നോളജീസും തമ്മിലുള്ള തർക്കം എന്താണെന്ന് അറിയാമോ? ഒരു സെർവറിന്റെ കാര്യത്തിലാണ്. ഈ പറയുന്ന ഈ എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ഇത് പ്രവർത്തനക്ഷമമാകുന്നില്ല എന്ന് നമ്മൾ ആകെ പരിശോധിക്കുകയാണെങ്കിൽ സെർവറില്ല. ഒരു സോഫ്റ്റ്വെയർ പ്രവർത്തിക്കണമെങ്കിൽ, ആ ആപ്ലിക്കേഷൻ നടപ്പിലാകണമെങ്കിൽ സെർവർ വേണമല്ലോ. സെർവറില്ല. സെർവർ നിങ്ങൾ തരണം എന്ന് കേരള പോലീസിനോടും, നിങ്ങൾ സെർവറല്ല, ഇതുമായി ബന്ധപ്പെട്ട എല്ലാം നിങ്ങളാണ് തരേണ്ടത്. ഇനി നിങ്ങൾ ഈ പറയുന്ന ലിസ്റ്റിൽ സെർവറിൻ്റെ സെർവർ ഇല്ല എങ്കിൽ ഈ പ്രവർത്തനം എൻഡ് ടു എൻഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നിങ്ങളാണെന്ന് എഴുതി ചേർക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ട് കരാറുണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഈ പറയുന്ന 1,87,00,000 കവർ ചെയ്യപ്പെടുക എന്നുള്ള അജ്ഞത ഒരുപക്ഷെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നാൽ? നികേഷ്, അത് അജ്ഞതയാണെങ്കിൽ ആ തർക്കം നിലനിൽക്കെ മുഴുവൻ പണവും കൊടുക്കരുത് എന്ന് പോലീസിനെ ഇനി ആരെങ്കിലും പഠിപ്പിക്കേണ്ടതുണ്ടോ? EMD തിരിച്ചു കൊടുക്കരുത്, അത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ക്യാഷായി കൊടുക്കരുതെന്ന് ഇനിയും പോലീസിനെ ആരെങ്കിലും പഠിപ്പിക്കേണ്ടതുണ്ടോ? ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ല. ഇതിനൊരു പാറ്റേൺ ഉണ്ട്. കേന്ദ്ര ഫണ്ടാകുമ്പോൾ എങ്ങനെയും വിനിയോഗിക്കാം എന്നുള്ളൊരു തന്ത്രം കേരളത്തിൽ വളരെ നാളായി നടക്കുന്നതാണ്. അത് കേന്ദ്ര ഫണ്ടിനെ കുറിച്ച് ഇവിടെ ചോദിക്കാൻ ആളില്ല എന്നൊരു ധാരണയാണ് ഒന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡേണൈസേഷനും അല്ലെ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടും ഉണ്ടാകാവുന്ന നല്ല ഗുണങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ അങ്ങ് പറയുക. അത് ഒരു മറയാക്കിക്കൊണ്ട് വെറുതെ പ്രൊക്യൂർമെന്റ് നടത്തുക. ഇപ്പം നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ട് RFID കാർഡുകളുടെ വില അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ ഓൺലൈനായിട്ട് എത്തിത്തരുന്ന സാധനങ്ങളാണ് ഈ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് കൊടുത്തത്. അതിൽ പൈസ മുഴുവൻ അങ്ങോട്ട് കൊടുത്തു. ഏതാണ് പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോൾ കൊടുക്കേണ്ട പണം മുഴുവൻ അങ്ങോട്ട് കൊടുക്കുക. ഈ തർക്കത്തിന്റെ പേരിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പണം കൊടുക്കാൻ പാടുണ്ടോ? ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ JNNURMന്റെ പദ്ധതിയിൽ കിട്ടിയ പണം, അത് യഥാർത്ഥത്തിൽ ഈ കുടുംബശ്രീ സ്ത്രീകൾ വന്ന് വീട്ടിലെ സോളിഡ് വേസ്റ്റ് മാറ്റുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഒരു കൗണ്ട് എടുക്കാൻ എന്ന് പറഞ്ഞാണ് ഈ കാർഡ്. നേരത്തെ ശ്രീ PC ജോർജ് പറഞ്ഞ പോലെ എൻ്റെ വീടിൻ്റെ മുന്നിലും ഒരു കാർഡുണ്ട്. അത് പോലീസ് ബീറ്റിൻ്റെ അല്ല, ഈ കോർപ്പറേഷൻ സ്ഥാപിച്ചതാണ്. പക്ഷേ അപ്പോഴത്തേക്ക് ഈ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതി വേണ്ടെന്ന് വെക്കുകയും ഫ്ളാറ്റുകളും മറ്റും അവരവർ തന്നെ വേസ്റ്റ് പ്രോപ്പർട്ടി ടാക്സ് ഈ പറയുന്ന വിഫിനിറ്റി ടെക്നോളജീസ് അസ്തമിക്കുകയാണ്. ഇവർ നേരത്തെ പോലീസിനോട് സെർവർ തരണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞു അതല്ല, എൻഡ് ടു എൻഡ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് നിർവഹിക്കണം എന്ന് പറയുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ കമ്പനി പൂട്ടിപ്പോകുന്നു. ഈ കമ്പനി പൂട്ടിപ്പോകുമ്പോൾ വക്കീൽ നോട്ടീസുകൾ പടപടാ എന്ന് പറഞ്ഞു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വിഫിനിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഒരു ജഗത് ട്രേഡേഴ്സ്, കവടയാർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജഗത് ട്രേഡേഴ്സിനെ സബ്ലെറ്റ് ചെയ്യുന്നത്, സബ് കോൺട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ സബ് കോൺട്രാക്ട് ചെയ്യാനുള്ള അധികാരം ഈ പറയുന്ന ഒറിജിനൽ കോൺട്രാക്റ്റിൽ പോലുമില്ല. അപ്പോൾ ആദ്യം ഒരു സോഫ്റ്റ്വെയർ കമ്പനി വരുന്നു. ആ സോഫ്റ്റ്വെയർ കമ്പനി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് പൂട്ടിപ്പോകുന്നു. പിന്നീട് വേറൊരു കമ്പനിയെ സബ് കോൺട്രാക്ട് ചെയ്യുന്നു. ഈ സബ് കോൺട്രാക്ട് ചെയ്യുന്ന കമ്പനിക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പൂർത്തിയാക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ ഉപകരണങ്ങളും ഒരിക്കൽ കൂടി കൊണ്ടുവെക്കണം. അതിന് അപ്പോൾ ചിലവാക്കിയ തുകയേക്കാൾ കൂടുതൽ വലിയൊരു നിക്ഷേപം ആവശ്യവുമാണ്. അപ്പോൾ പോലീസ് ഇങ്ങനെ ഈ പറയുന്ന കോൺട്രാക്റ്റ് നൽകുമ്പോൾ ഇത്തരം കമ്പനികളെക്കുറിച്ച് പോലീസിനാണല്ലോ ഏറ്റവും നല്ല ഇൻ്റലിജൻസ് ഉള്ളത് എന്നാണല്ലോ നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത്തരം കമ്പനികളെക്കുറിച്ച് ഒരു അറിവുമില്ല. അതാണ് നികേഷ്, അതല്ല ഇവിടുത്തെ പ്രശ്നം. അജ്ഞതയോ പറ്റിയ അബദ്ധമോ അല്ല. ഇത് മറ തേടുക മാത്രമാണ്. അതിൽ നടന്നത് അഴിമതിയാണ്. അത് പോലീസിൽ മാത്രം നടക്കുന്നതല്ലെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരേ പാറ്റേണിൽ കേന്ദ്ര ഫണ്ട് JNNURMന്റെ ഫണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനും കൊച്ചി കോർപ്പറേഷനും
ഒരേപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ് പിരിക്കാൻ വേണ്ടി കോർപ്പറേഷൻ അധികൃതർ വീട്ടിൽ വന്നാണോ പിരിക്കുക സാധാരണ പറയൂ. ഇനി ആണെങ്കിൽ തന്നെ വർഷത്തിലൊരിക്കൽ വരുന്ന അവരെ അവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ഇത് സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. നമ്മുടെ KSRTCയിലെ കാര്യം, KSRTCയിലെ ടിക്കറ്റിംഗ് GPRS ബേസ്ഡ് ഒരു ടിക്കറ്റിംഗ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ബാംഗ്ലൂർ, നേരത്തെ പറഞ്ഞ കോർപ്പറേഷന്റെയും ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഈ ഇപ്പോൾ ടിക്കറ്റിംഗ് GPRS ബേസ്ഡ് ടിക്കറ്റിംഗ് മെഷീനും കൊടുത്തിരിക്കുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴെങ്ങനെയാണ് ടിക്കറ്റ് നൽകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം പ്രൊക്യൂർ ചെയ്തിരിക്കുകയാണ്. ഇതിൽ 3G കണക്ഷനുള്ള ഒരു സിം ഇടുക. നമ്മുടെ കണ്ടക്ടർമാരുടെ കയ്യിലിരിക്കുന്ന റാക്കിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതിലൊരു സിം ഇടുക, എന്നിട്ട് ഓരോ GPRS കോർഡിനേറ്റും സെർവറിൽ ഫീഡ് ചെയ്യുക. എന്തൊരു അപ്രായോഗികമായ നിർദ്ദേശമാണ്. അതിന്റെ ഗുണഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ ഒരു റൂട്ടിൽ 1500 രൂപയിൽ കുറവാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. അതെങ്ങനെയാണ്? അതിലുള്ള ആൾക്കാരെ അപ്പോൾ റാൻഡമായിട്ട് ഇറക്കി വിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നേട്ടവുമില്ലാതെ വെറുതെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കുറെ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളത്. ഞാനിപ്പോ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുമോ? ഇതൊക്കെ തന്നെയും രേഖകൾ എന്നാലും പുറത്തു വരേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമുള്ള നിയമസഭയും ഗവൺമെന്റും ഉള്ളപ്പോൾ കുറേ ഇപ്പോൾ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ, അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്ര? പ്ലാസ്റ്റിക് സാധനങ്ങളാണിത്. ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്ത് സ്ക്രാപ്പ് വാല്യൂ ആണ്? അപ്പോൾ 2,25,00,000 രൂപ നഷ്ടം വരുന്നു ഒരു പ്രൊജക്റ്റിന്. അപ്പോൾ ആരും കാണില്ല, ആരും അറിയില്ല എന്ന് ധരിച്ചു വെക്കുകയാണോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ? ഇവരാണല്ലോ ഈ നാട്ടിലെ അഴിമതിയൊക്കെ കണ്ടുപിടിക്കേണ്ടവർ. ഇങ്ങനെ അഴിമതി കണ്ടുപിടിക്കേണ്ടവർ ഞങ്ങൾ 2,25,00,000 രൂപയുടെ നഷ്ടം വരുത്തി വെച്ചാൽ അതാരും മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ച് ഈ പറയുന്ന പൂട്ടിപ്പോകാൻ പോകുന്ന കമ്പനികളോട് നിങ്ങളൊരു സോഫ്റ്റ്വെയർ തരൂ എന്ന് പറയുന്നു. അത് ഭാഗികമായി അവിടെ എത്തുമ്പോൾ മുഴുവൻ പണവും നൽകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം SHOമാരെ കൊണ്ട് അത് പ്രവർത്തന യോഗ്യമാണ് എന്ന് എഴുതി മേടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെള്ളരിക്കാ പട്ടണത്തിലല്ല, അതിനേക്കാൾ വലിയ മറ്റെന്തോ ഒരു വലിയ കുഴിയിലാണ് ജീവിക്കുന്നത്. നികേഷ്, ഇത് വളരെ കാലമായി കേരളത്തിൽ ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് പോലീസിന്റെ, കേരള പോലീസിന്റെ പർച്ചേസിംഗ് സെക്ഷൻ. ഇവിടെ SHOമാർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ കാരണം അവരുടെ വളരെ മുകളിലിരിക്കുന്ന ഒരു IGയോ ഒരു ADGPയോ വിളിച്ചിട്ടോ റിപ്പോർട്ട് എഴുതി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ രാത്രി പകലാണെന്ന് പറഞ്ഞാൽ പോലും മുട്ടിടിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊണ്ടു കൊടുക്കേണ്ടി വരും SHOയ്ക്ക്. അല്ലെങ്കിൽ അവരുടെ പണി പള്ളിപ്പുറത്താകും. അതുകൊണ്ട് തന്നെ ഇതൊരു മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ ഈ വിഷയം വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. കേരള പോലീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? രാജേഷ്, നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ വക്താവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ റിപ്പോർട്ടിൽ തന്നെ, സന്ധ്യ എഴുതിയ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് കേന്ദ്രത്തെ അറിയിക്കേണ്ടതാണ്, കേന്ദ്ര ഫണ്ടാണ്, കേന്ദ്ര ഏജൻസിയുടെ പരിശോധന ആവശ്യമാണ് എന്നാണ്. ശ്രീ അജയ് ഇത്രയിൽ വളരെ നിരുത്തരവാദപരമായി പറഞ്ഞു CBI വന്നോട്ടെ എന്ന്. എന്നാൽ അദ്ദേഹം കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള വ്യക്തി എന്നുള്ളതൊക്കെ അദ്ദേഹം CBI അന്വേഷിക്കണം എന്നാണ് കേരള ഗവൺമെന്റ് ആവശ്യപ്പെടേണ്ടത്. ഇവിടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു 2 ദിവസം കൂടെ ഒന്ന് കാത്തിരിക്കൂ. ഇതിന്റെ ബാക്കി തെളിവുകൾ പുറത്തു വന്നോട്ടെ. ആരൊക്കെ മറ പിടിച്ചാലും ഈ തെളിവുകൾ പുറത്തു വരും. ശ്രീ ജോസഫ് C. മാത്യു, സൈന്യത്തിന്റെ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിന്റെ രീതി അറിയാമല്ലോ. ശവപ്പെട്ടിയിൽ പോലും കുംഭകോണം നടത്തുന്നവരാണ് നമ്മുടെ സൈന്യം എന്നാണ് നമുക്ക് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ള രേഖകളിലൂടെ വ്യക്തമാകുന്നത്. ഇവിടെ പോലീസ് മോഡേണൈസേഷന് 100 കോടി രൂപയൊക്കെയാണ് നമുക്ക് ആകെ കിട്ടുന്നത്. അത് വീതിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ കാര്യം എന്ന് വിചാരിക്കാം. പക്ഷേ ഈ കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനൊരു ഡൈനാമിസം വേണമല്ലോ. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഹോസ്റ്റ് ചെയ്യുന്നതിന് സെർവർ ചോദിച്ചത് ഇതാണ്. ഈ വിഫിനിറ്റി തുടർച്ചയായി ആവശ്യപ്പെട്ടതാണ്. ഒന്ന് സെർവർ, പിന്നെ ഡെഡിക്കേറ്റഡ് IP അഡ്രസ്സ്, പോർട്ട്. ഒന്നും വലിയ കാര്യമല്ല, സെർവർ മാത്രമാണ് അത് ഈ വിഫിനിറ്റിക്കാരെ വിളിച്ചിരുത്തി സെർവർ ഞങ്ങൾ തരണോ നിങ്ങൾ തരണോ എന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുകയും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കേടില്ലാത്ത വിധത്തിൽ ഒരു ചെറിയ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി എന്താണ് തടസ്സം? ഇവർ കുറഞ്ഞ ആളുകളൊന്നുമല്ലല്ലോ, IPSകാരാണല്ലോ, അതും സീനിയർ IPSകാരാണല്ലോ. അപ്പോൾ അവർക്കത് സാധിക്കും. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? നികേഷ് ഇവിടെ പറഞ്ഞത് ശരിയാണ്. കേന്ദ്രത്തിൽ നടന്നിട്ടുള്ളതിലൊക്കെ കിക്ക് ബാക്സ് ആണ് നടന്നിട്ടുള്ളത്. കാര്യങ്ങൾ നടക്കുകയും എന്നാൽ ഒരധിക തുക കിക്ക് ബാക്കായിട്ട് പോവുകയും ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ നടന്നത് 0 അതിൽ നികേഷ് പറഞ്ഞതുപോലെ സാങ്കേതികമായി നമ്മൾ സംസാരിച്ചാൽ ഈ സെർവർ നമ്മൾ നോക്കിയാൽ 7 ജില്ലകളിലെ കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ചാണ്, അതും ബീറ്റുകൾ നോക്കുന്നതിനെ കുറിച്ചാണ് ഈ പ്രോജക്റ്റ്.
അത് വെറും അറ്റൻഡൻസ് സിസ്റ്റമാണ്. നിങ്ങളുടെ ഓഫീസിൽ കയറുന്ന സ്വൈപ്പ് ചെയ്യുന്ന പോലെ കുറച്ച് റിമോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അവിടെ ആൾ ചെന്നോ ഇല്ലയോ എന്നുള്ളത് ഒരു ബൂളിയൻ അറ്റൻഡൻസ് സിസ്റ്റം മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരിക. അപ്പോൾ അതിൻ്റെ സെർവറും ഈ IP അഡ്രസ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ ഒരു ISP പ്രൊവൈഡർ തരുന്നതാണ് ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിന് പോലീസ് വേറെ എങ്ങും പോകണ്ട. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന അതൊന്നും അല്ല നികേഷ്. ആ ചാർട്ടിൽ ആ ടേബിൾ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നതിൽ നോക്കിയാൽ തന്നെ RFID ചിപ്പുകളുടെ 1000 എണ്ണത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞാനത് എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അതിൻ്റെ വില ഏതാണ്ട് 1 കോടി ചില്ലുവാനോ 4 ലക്ഷത്തി ചില്ലുവാനോ ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ട് 1000 കാർഡുകളുടെ വിലയൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കൂ, അപ്പോൾ മനസ്സിലാവും. നമ്മൾ സാധാരണക്കാരൻ പോലും ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ നടത്തുന്ന ഒരു പരിശോധന നടത്താതെയാണ് ഇത് മുന്നോട്ട് പോയത്. നേരത്തെ നികേഷ് പറഞ്ഞ പോലെ ഇത്ര ബുദ്ധിശാലികളായിട്ടുള്ള വ്യക്തികൾ മുന്നോട്ട് പോയതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മളതിനെക്കുറിച്ച് നേരത്തെ ശ്രീ അജയ് തറയിൽ പറഞ്ഞ പോലെ കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല. അഴിമതി നടന്നു, പക്ഷെ അത് ഈ ഫയലിൽ ഒപ്പിട്ടവർ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതേ പാറ്റേണിൽ ഈ വിഷയത്തിൽ മാത്രമല്ലാതെ സംസ്ഥാനത്തിൻ്റെ വിവിധ വകുപ്പുകളിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തട്ടിപ്പ് നടക്കുന്നു. ഞാൻ പറഞ്ഞത് RFID തട്ടിപ്പിനെ കുറിച്ച് മാത്രമാണ് 3 ഉദാഹരണം പറഞ്ഞത്. കമ്പ്യൂട്ടർ സാധനങ്ങളുടെ പ്രൊക്യൂർമെന്റ് നിങ്ങൾ നോക്കിയാൽ നിരവധി സാധനങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ടിയിടുകയും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനങ്ങളുടെ ഓഡിറ്റ് എടുത്താൽ അത് നമ്മൾ കേട്ടിട്ടില്ലാത്ത വലിയൊരു കുംഭകോണമാണ്. സാങ്കേതികമായി ഒന്നുമില്ലാത്ത ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. വെറും ഒരു അറ്റൻഡൻസ് സിസ്റ്റം. ആ സിസ്റ്റത്തിനാണ് ഈ ഭീമമായ വില. അത് 7 ജില്ലകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000 പേരുടെ അറ്റൻഡൻസ് ആണ്. നിങ്ങൾ ഒരു ജില്ലയിൽ 100 പോലീസ് സ്റ്റേഷൻ വെച്ച് കൂട്ടൂ, എത്ര എണ്ണം വരുമെന്ന്. അപ്പോൾ അത് ഒരു പരിശോധനയും ഇല്ലാതെ ഇത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ടെൻഡർ വിളിക്കുന്ന സമയം മുതൽ, അതാണ് നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ചത്, ഈ വ്യവസ്ഥകളൊന്നും പറഞ്ഞിരുന്നില്ലേ, ഇത് പരിശോധിച്ചിരുന്നില്ലേ, ആര് സെർവർ വെക്കും, IP അഡ്രസ്സ് നിങ്ങളൊരു ISP പ്രൊവൈഡർ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു കണക്ഷൻ ഇത്ര kbps എടുത്താൽ 4 IP അഡ്രസ്സും കൂടെ അവർ തരും. ഇതൊന്നും പരിശോധിക്കാതെ ഇത് തർക്കം എന്ന് പറയുന്നത് വെറുതെ തർക്കത്തിന് വേണ്ടി ഉണ്ടാക്കിയ തർക്കമാണ്. അതിൻ്റെ പേരിലാണ് പദ്ധതി മുടങ്ങിയെന്ന് വരുത്താനാണ്. ഇത് ടെൻഡർ കണ്ടീഷൻ ഉണ്ടാക്കിയപ്പോൾ മുതൽ ബൈ ഡിസൈൻ ഉള്ള കറപ്ഷനാണ് ഈ കാണുന്നത്. അതവിടെ മാത്രമല്ല, ഈ RFIDയുടെ കാര്യത്തിൽ വ്യാപകമായി, കമ്പ്യൂട്ടർ പ്രൊക്യൂർമെന്റിന്റെ കാര്യത്തിൽ വ്യാപകമായി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് തീവട്ടിക്കൊള്ളയുടെ ഭാഗമാണ്. ഇതുകൊണ്ടാണ് ഇത് പരസ്പരം നേരത്തെ പറഞ്ഞതുപോലെ ഈ അഴിമതി അറിയാവുന്ന രാഷ്ട്രീയക്കാരുടെ അഴിമതി എങ്ങനെ പോലീസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും? ഇത് രാഷ്ട്രീയക്കാർക്ക് അറിയാമല്ലോ. അപ്പൊ ഇതൊരു കൂട്ടുകച്ചവടമായി പോകുന്നു. നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഇപ്പോൾ നടക്കുന്ന പല അന്വേഷണങ്ങളും ഉണ്ടല്ലോ. ഈ അന്വേഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു FIR ഇടണമെന്നോ അല്ലെങ്കിൽ ഒരു കേസ് എടുക്കണമെന്നോ ഒക്കെ പറയുകയാണെങ്കിൽ എന്നാൽ പറ്റി ശരി, ബാക്കി ഞങ്ങൾ കണ്ടോളാം എന്ന് പറയാൻ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിലും സാധനങ്ങൾ വേണമല്ലോ. ഒരു എക്സിക്യൂട്ടീവിന് ഒരു റോളും ഇല്ലേ ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ നടക്കുന്ന ഈ തീവട്ടിക്കൊള്ളയിൽ? അല്ലെങ്കിൽ അത് എങ്ങനെ വേണമെന്നത് സംബന്ധിച്ചൊരു നിഷ്കർഷിക്കാൻ? നികേഷ്, അതിന് ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് നേരിട്ട് അന്വേഷിക്കാൻ പറ്റുമോ? അന്വേഷണത്തിന്റെ കാര്യമല്ല ശ്രീ അജയ് തറയിൽ പറയുന്നു. എന്താണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്നത്? ഈ വിനിയോഗം സംബന്ധിച്ച് എന്തായാലും പണം ഉപയോഗിക്കുന്നുണ്ടല്ലോ, പണം ചെലവഴിക്കുന്നുണ്ടല്ലോ. ആ പണം ചെലവഴിക്കുന്നത് എങ്ങനെയാകണം എന്ന കാര്യത്തിൽ, ചെലവഴിച്ച പണത്തിന് അനുരൂപമായ വിധത്തിൽ സാങ്കേതിക സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു റോളും എക്സിക്യൂട്ടീവിനില്ല. എക്സിക്യൂട്ടീവിനാണല്ലോ റോൾ ഉള്ളത്. എക്സിക്യൂട്ടീവ് ആണല്ലോ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഇത് അറിയുന്നത് പോലും. എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്നതും. അത് കേരളത്തിൽ തന്നെ ഏത് രാജ്യത്ത് നടക്കുന്ന ഏത് പ്രവൃത്തിയിലേക്കും എക്സിക്യൂട്ടീവാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. എക്സിക്യൂട്ടീവ് വഴി പണം പോകുന്നു, അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് ഡിപ്പാർട്ട്മെന്റുകൾ വഴി അത് ചെലവാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല പ്രശ്നം. ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അറിഞ്ഞപ്പോൾ തന്നെ 9 ദിവസമായി രമേശ് ചെന്നിത്തല ഇത് ഉത്തരവ് കൊടുത്തിട്ടു. അപ്പോൾ ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഗഗനമായി അന്വേഷിച്ച് ഇതിൽ കുറ്റക്കാരെ കണ്ടുപിടിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തെ നമ്മൾ ഏത് കാര്യത്തിലും സഹിക്കാതെ നിവർത്തിയില്ല. ഇനി രാജേഷിന് ഈ അന്വേഷണം കൊണ്ട് മതിയാകുന്നില്ല, അല്ലെങ്കിൽ ശ്രീ ആനത്തലവട്ടം ഈ അന്വേഷണം കൊണ്ട് മതിയാകുന്നില്ല എങ്കിൽ ആ ഒരു സ്റ്റേജിൽ അവർ അന്വേഷിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം.
ഇത് ഒരിക്കലും അടഞ്ഞൊരു അധ്യായമല്ല. ഇത് പോലീസ് മറുപടി താങ്കളെ തൃപ്തനാക്കുന്നുണ്ടോ? ഇതൊരു അടഞ്ഞ അധ്യായമേ അല്ല. നമുക്ക് വിപുലമായി അന്വേഷിക്കാം. ഹെഡ്ക്വാർട്ടേഴ്സിലെയും ആഭ്യന്തര വകുപ്പിലെ മുഴുവൻ പർച്ചേസിനെ കുറിച്ചും ഇവിടുത്തെ ഏജൻസി പോരായെങ്കിൽ വിപുലമായ ഏജൻസി വേണമെങ്കിൽ അതും ആലോചിക്കാം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. കാരണം അവർക്കതിൽ പങ്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ചുരുക്കി, വളരെ ചുരുക്കി. എൻ്റെ സ്നേഹിതന് അജയ് തറയിൽ ഇതല്ലാതെ വേറെ വല്ലതും പറയാൻ കഴിയുമോ? ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന നാൾ മുതൽ ഓരോ വകുപ്പിലും മന്ത്രിമാരുടെ കീഴിലും മന്ത്രിമാർ ബന്ധപ്പെട്ടതുമായ എത്ര കേസുകളാണ് നക്ഷത്രം പോലെ തെളിഞ്ഞു നിൽക്കുന്നത്. ആ കേസുകളിലൊക്കെ അന്വേഷിച്ച റിപ്പോർട്ട് വന്നാലും കോടതി പരാമർശം വന്നാലും കോടതി പറഞ്ഞാലും ഒരു ഉളുപ്പുമില്ലാതെ തുടരുന്നൊരു ഗവൺമെൻറ് ഈ ഭൂമുഖത്ത് ഇന്ത്യയിലെ 29 സംസ്ഥാനമുണ്ട്. മറ്റൊരു സംസ്ഥാനത്ത് ഇതുപോലൊരു ഗവൺമെൻറ് കണ്ടെത്താൻ കഴിയില്ല. അതിനവർക്ക് സമ്മാനം കൊടുക്കണം. ഇത്രയും നല്ല അഴിമതി കാണിച്ച് മറ്റു സംസ്ഥാനങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന അഴിമതിയുടെ കാര്യത്തിൽ അതിനുള്ള റെക്കോർഡ് സ്ഥാപിച്ച ഗവൺമെൻറ്റാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. അതിൻ്റെ വക്താവാകേണ്ടി വന്നല്ലോ എൻ്റെ സ്നേഹിതൻ അജയ് തറയിൽ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. അജയ് തറയിൽ നിന്ന് പങ്കുവച്ചാണ്. പക്ഷേ ഇതെല്ലാം ജസ്റ്റിഫൈ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ലല്ലോ നിങ്ങൾക്ക്. പക്ഷെ ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യമാകുന്നതല്ലേ, കോടതികൾക്ക് ബോധ്യമായതല്ലേ, നാട്ടിൽ മാധ്യമങ്ങൾക്കെല്ലാം ബോധ്യമായതല്ലേ. അങ്ങനെയുള്ള ഒരു കേസിൽ പോലും നിങ്ങളിതിന് വക്കാലത്ത് പിടിക്കാൻ വരുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. നിവർത്തിയില്ലായ്മ കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി, അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അജയ് തറയിൽ, ഒപ്പം തന്നെ ശ്രീ ആനത്തലവട്ട ആനന്ദൻ, ജോസഫ് സി മാത്യു, രാജേഷ് വി, പി സി ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.